ഹായ് ദർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീ ടാഗിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡു ആൾ ടാഗ്സ് ഹാവ് എൻ ടാഗ്? ഓക്കെ, സോ എല്ലാ HTML ടാഗുകൾക്കും എൻ ടാഗ് ഉണ്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ഉണ്ടോ എന്നാണ് ഈ ചോദ്യം. ഓക്കെ, സോ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ രണ്ട് ടാഗുകൾ ഇതുപോലെ എൻ ടാഗ് ഇല്ലാത്ത ടാഗുകൾ രണ്ടെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, BR ആൻഡ് HR. ഈ രണ്ട് ടാഗുകൾക്കും എൻ ടാഗ് ഇല്ല. ഓക്കെ, സോ എൻ ടാഗ് ഇല്ലാത്ത രണ്ട് ടാഗുകളാണ് BRും HR ടാഗുകളും. അപ്പോൾ ഈ രണ്ട് ടാഗുകൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ്? നോ എന്നാണ് ഇതിൻ്റെ ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടാഗുകൾക്ക് എൻഡ് ടാഗ് ഇല്ല. ഓക്കെ, ഇനി ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ പ്രീ ടാഗ് എന്ന ഒരു ടാഗാണ്. പ്രീ ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡ് എഡിറ്ററിൽ എഴുതുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അതാണ് പ്രീ ടാഗിൻ്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ നമ്മൾ ഹെഡിങ് ടാഗ് കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗുകളും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ രണ്ട് ടാഗുകളും ഞാൻ നേരത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് രീതിയിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ, അതായത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഒരു ബ്രൗസറിൽ വരുമ്പോൾ അതെല്ലാം സിംഗിൾ ലൈനിലായിട്ട് വരും. ഓക്കെ, പക്ഷേ പ്രീ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പോയംസൊക്കെ എഴുതുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു സ്ട്രക്ചറുണ്ട്. ഓക്കെ, സോ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഫോളോ ചെയ്ത് വരണമെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കാരണം ലൈൻ ബ്രേക്കുകൾ യൂസ് ചെയ്യണം, ഇത് സെൻട്രലിലേക്ക് കൊണ്ടുവരണം. അത്തരമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രീ ടാഗ് ഉപയോഗിക്കാം. പ്രീ ടാഗിൻ്റെ പ്രത്യേകത നമ്മൾ ഏത് രീതിയിലാണോ എഴുതുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ അതാണ് പ്രീ ടാഗിൻ്റെ പ്രത്യേകത. ഈ ടാഗും ഓപ്പൺ ചെയ്യേണ്ട ടാഗാണ്, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ട ടാഗാണ്. പാരഗ്രാഫ് പോലത്തെ തന്നെ ഒരു ടാഗാണ്. പക്ഷേ ഒരേ ഒരു ഡിഫറൻസ്, നമ്മൾ കോഡ് എഡിറ്ററിൽ ഏത് സ്റ്റൈലിൽ എഴുതുന്നോ അതേ സ്റ്റൈലിൽ തന്നെ പ്രീ ടാഗിൽ റിസൾട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് പ്രീ ടാഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സോ ഞാനിവിടെ ആദ്യം പ്രീ ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, പ്രീ ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഹായ് എന്ന് എഴുതുവാണ്. എന്നിട്ട് കുറച്ചധികം സ്പേസ് ഇട്ട് ഹലോ എന്ന് എഴുതുവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ഞാനിവിടെ ഇത്രയും സ്പേസ് ഇട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ സ്പേസിങ് അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള സ്പേസിങ് ഹലോ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്യുകയാണ്. ഹൗ ആർ യു എന്ന് എഴുതുന്നത് കുറച്ച് ഇവിടെ എക്സ്ട്രാ സ്പേസ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡ് എഡിറ്ററിൽ എന്ത് സ്റ്റൈൽ എഴുതാനായിട്ട് എടുക്കുന്നോ അതേ സ്റ്റൈലിൽ തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ സ്പേസിങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസിങ് റിസൾട്ടിൽ വരും. ഇപ്പം ഞാനിവിടെ എഴുതി വീണ്ടും ഹായ് എഴുതുവാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പേസിങ് വരുന്നുണ്ട്. അതേ ഫോണ്ട് തന്നെയാണ് ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ പ്രീ ടാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നോ അതേ രീതിയിൽ തന്നെ ഇവിടെ വരും. ഇവിടെ നമ്മൾ ഇതെല്ലാം സിംഗിൾ ലൈനായിട്ട് ഒറ്റ ലൈനിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വരും. ഓക്കെ, അതേ പാരഗ്രാഫ് തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മൾ പാരഗ്രാഫ് ടാഗാണ് ഉപയോഗിക്കുന്നതെങ്കിലോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്ത് ജസ്റ്റ് താഴോട്ട് ടൈപ്പ് ചെയ്യുവാണ്. എല്ലാം ഒരേ ലൈനിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫോണ്ടിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് ബ്രൗസറിൽ ഏത് ഡിഫോൾട്ട് ഫോണ്ടായിട്ടാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേ ഫോണ്ടായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷേ പ്രീ ടാഗ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോണ്ട് അടക്കം മാറത്തില്ല. അതേ രീതിയിൽ നമ്മൾ ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് ഇങ്ങോട്ടും വരുന്നത്. ഓക്കെ, അതാണ് പ്രീ ടാഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രീ ടാഗൊക്കെ മെയിനായിട്ട് പോയംസും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടാണ് പ്രീ ടാഗ് ഉപയോഗിക്കുക. പക്ഷേ മോഡേൺ വെബ്സൈറ്റിലൊന്നും പ്രീ ടാഗ് അങ്ങനെ ഉപയോഗിക്കാറില്ല. വളരെ റെയറായിട്ട് മാത്രമേ പ്രീ ടാഗ് ഒക്കെ ഉപയോഗിക്കാറുള്ളൂ. നോർമലി വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന ടാഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H1 to H6, അതായത് 6 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹെഡിങ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ആ 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെഡിങ്സ് ആണ് ആദ്യം നമ്മൾ നോർമലായിട്ട് വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻപുട്ട് ടാഗുകളെ കുറിച്ച് പഠിക്കും. അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഇൻപുട്ട് ടാഗ് എഴുതുന്നത്, ഫോംസിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് ഫോംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാറ്. പിന്നെ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ബട്ടൺസ് ആണ്. ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ ഒരൊറ്റ ടാഗേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ടൺ എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്. ഇതും നോർമലി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്. അത് പിന്നെ ഹൈപ്പർ ലിങ്ക്സിന് വേണ്ടിയിട്ട് ടാഗാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്. ഈ ടാഗിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ടാഗ് ആയിരിക്കും. ഓക്കെ, ഡിവിഷൻ ടാഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൗസറിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും ടാഗുകളാണ് മെയിനായിട്ട് നമ്മൾ സാധാരണ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ വെബ് ബ്രൗസേഴ്സ് അല്ലെങ്കിൽ വെബ് സൈറ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. ഇത്രയും ടാഗുകളായിരിക്കും. ഏത് വെബ്സൈറ്റിൻ്റെ സോഴ്സ് കോഡ് എടുത്ത് നോക്കിയാലും ഇതായിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഫോംസ് ഉണ്ടെങ്കിൽ മാത്രം അതിന് ചില ഫോമിൻ്റെ മാത്രം നമ്മളെ ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, അതുപോലെ പാസ്വേഡ്, നമ്പേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ചില ഫോംസ് മാത്രം ടാഗ്സ്. സോ HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആണ്.
ഇതിൽ പ്രീ ടാഗ് എന്ന് പറഞ്ഞാൽ ഒന്നും അധികം ഉപയോഗിക്കാത്തില്ലാത്ത ടാഗാണ്. ഞാൻ അത്തരം അധികം ഉപയോഗിക്കാത്ത ടാഗും അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടാഗ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരുപാട് ടാഗുകൾ വരും HTML. ഓക്കെ, അത്തരം ടാഗുകൾ നമ്മൾ ഉപയോഗിക്കത്തില്ലാത്ത ടാഗുകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇൻ്റർവ്യൂസ് നോക്കിക്കഴിഞ്ഞാലും അത്തരം ടാഗുകളൊന്നും അധികം ചോദിക്കാറില്ല. ഓക്കെ, ക്യാൻവാസ് ടാഗ് എന്നും പറഞ്ഞാൽ കുറച്ച് ടാഗുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. എങ്കിലും അതൊന്നും അധികം ഉപയോഗിക്കാത്തില്ലാത്ത ടാഗാണ്. ബാക്കി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ HTML അഡ്വാൻസ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് HTML ശരിക്കും പറഞ്ഞാൽ ബേസിക് നമ്മൾ ചെറുതായിട്ടൊന്ന് പഠിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ അകത്ത് വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലിയ നമുക്ക് മനസ്സിലാവാത്ത പോലത്തെ കോൺസെപ്റ്റുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് സെക്ഷൻ. അടുത്ത ലെക്ചറിൽ നമ്മൾ HTML എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ.